ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മളിന്നോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB NTPC അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ 2025 ജനറൽ അവയർനെസ്സിൻ്റെ 40 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടോട്ടൽ നമ്പർ ഓഫ് ഷെഡ്യൂൾസ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഷെഡ്യൂളിൽ എത്ര ഷെഡ്യൂൾസ് ആണുള്ളത്? 12 ഷെഡ്യൂൾസ് ആണുള്ളത്. അപ്പോൾ ആ 12 ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസിനെ കുറിച്ചാണ് പറയുന്നത്. സെക്കൻഡ് ഷെഡ്യൂളിൽ സാലറി, അലവൻസ്, പെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. തേർഡ് ഷെഡ്യൂളിൽ വരുന്നത് ഓത്ത് ടേക്കൺ ബൈ വേരിയസ് ഒഫീഷ്യൽസ്, എന്ന് വെച്ചാൽ അവരെടുത്ത സത്യപ്രതിജ്ഞയെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. നാലാമത്തത് ഇറ്റ് ഗീവ്സ് ഡീറ്റെയിൽസ് അബൌട്ട് റെപ്രസെൻറ്റേഷൻ ഓഫ് വേരിയസ് സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ ടെറിട്ടറീസ് ഇൻ രാജ്യസഭയിലുള്ള റെപ്രസെൻറ്റേഷനെ കുറിച്ചാണ് പറയുന്നത്. ഫിഫ്ത്ത് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ മെൻഷൻ ദ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് വേരിയസ് ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സ്. ഷെഡ്യൂൾ ഏരിയാസിനെ കുറിച്ചും ഷെഡ്യൂൾ ട്രൈബ്സിനെ കുറിച്ചും പറയുന്നതാണ് ഫിഫ്ത്ത് ഷെഡ്യൂൾ. സിക്സ്ത് ഷെഡ്യൂൾ പറയുന്നത് വെച്ചാൽ 4 നോർത്ത് ഈസ്റ്റ് പ്ലേസസിനെ കുറിച്ചാണ്, ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം. സെവൻത്ത് ഷെഡ്യൂൾ വരുമ്പോൾ അത് പറയുന്നത് സെൻറ്റർ ആൻഡ് സ്റ്റേറ്റിൻ്റെ പവർ ഷെയറിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. എയ്ത്ത് ഷെഡ്യൂൾ വരുമ്പോൾ 22 ലാംഗ്വേജസ് ഓഫ് ഇന്ത്യ അതിനെക്കുറിച്ച് പറയുന്നതും. ആദ്യം ഉണ്ടായിരുന്നത് 8th ഷെഡ്യൂളിൽ 14 ലാംഗ്വേജ് ആയിരുന്നു, പിന്നെ വന്നപ്പോൾ 22 ഷെഡ്യൂളായി. അപ്പോൾ അതിന് അമെൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത് 8th ഷെഡ്യൂളിലാണ്. 9th ഷെഡ്യൂളിൽ പറയുന്നത് ദ ഷെഡ്യൂൾ വാസ് ആഡഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ ദ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1951. ഫസ്റ്റ് അമെൻമെൻറ്റ് ആക്ട് വഴി വന്നത് 9th ഷെഡ്യൂളാണ്. അണ്ടർ ദിസ് ദ മെത്തേഡ് ഓഫ് അക്വിസിഷൻ ഓഫ് പ്രോപ്പർട്ടി ഹാസ് ബീൻ മെൻഷൻ ബൈ ദ സ്റ്റേറ്റ്. എങ്ങനെയാണ് ഒരു സ്ഥലം, ഈ പ്രോപ്പർട്ടി ഓഫ് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നുള്ള കാര്യങ്ങളും അത് ഒരു പ്രോപ്പർട്ടി എങ്ങനെയാണ് അക്വിസിഷൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. 10th ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ബീൻ ആഡഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ ദ 52nd അമെൻമെൻറ്റ് 1985. 52nd അമെൻമെൻറ്റ് വഴിയാണ് ഇത് വരുന്നത്. ഇറ്റ് ഈസ് മെൻഷൻ ഓഫ് പ്രൊവിഷൻസ് റിലേറ്റഡ് ടു ഡിഫെക്ഷൻ. ഈ കൂറുമാറ്റ നിയമത്തെക്കുറിച്ചൊക്കെയാണ് 10th ഷെഡ്യൂളിൽ പറയുന്നത്. 11th ഷെഡ്യൂൾ ദ ഷെഡ്യൂൾ ഹാസ് ബീൻ ആഡഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ ദ 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് 1992. 11th ഷെഡ്യൂൾ വരുന്നത് 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1992 വഴിയാണ് 11th ഷെഡ്യൂൾ വരുന്നത്. 12th ഷെഡ്യൂൾ വരുന്നത് ഇറ്റ് ഹാസ് ബീൻ ആഡഡ് ബൈ ദ 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1992. ഇത് 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1992 വഴിയാണ് വരുന്നത്. In which 18 subject has been provided for the self-government institutions in urban areas to work. Question number 2 വരുന്നത് India won the ICC World Under 19 T20 World Cup 2025 by defeating which country in the final? ഏത് കൺട്രിയെ തോൽപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ ICC Women's Under 19 T20 വേൾഡ് കപ്പ് ജയിച്ചത്? സൗത്ത് ആഫ്രിക്ക. The book Raja Yoga was which influenced the Western understanding of yoga was written by. രാജയോഗ എന്നുള്ള ബുക്ക് എഴുതിയതായിരുന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്വാമി വിവേകാനന്ദയാണ്. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് MICR? MICR എന്ന് വെച്ചാൽ എൻ്റെ ഫുൾ ഫോം എന്താണ്? മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ, അതാണ് MICR. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്ത്യൻ പ്രസിഡന്റ് സെർവ് ദ ലോങ്ങസ്റ്റ് ഇൻ ദ ഓഫീസ്? ഏറ്റവും കൂടുതൽ കാലഘട്ടം പ്രസിഡൻ്റായിട്ട് ജോലി ചെയ്ത അല്ലെങ്കിൽ വർക്ക് ചെയ്ത വ്യക്തിയായിരുന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. വിച്ച് 2 നാഷണൽ പാർക്ക് അച്ചീവ് ദ ഹയസ്റ്റ് സ്കോർ ഓഫ് 92.97 ഇൻ ദ മാനേജ്മെൻറ്റ് എഫക്റ്റീവ്നെസ് ഇവാലുവേഷൻ MEE 2020-2025 ഓഫ് നാഷണൽ പാർക്സ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ്? ഇരവികുളം ആൻഡ് ദച്ചിഗാം ഏത് 2 നാഷണൽ പാർക്കാണ് ഹയസ്റ്റ് സ്കോർ 92.97 എന്നുള്ള സ്കോർ കിട്ടിയത്? അതിൻ്റെ മാനേജ്മെൻറ്റും എഫക്റ്റീവ്നെസ്സിലും രണ്ട് പ്ലേസസാണ് ഇരവികുളവും ദച്ചിഗാം. അടുത്തത് 7th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ലോധി റൂളർ ഇൻട്രൊഡ്യൂസ് ദ ഗാസി സിക്കന്ദരി ടു മെഷർ ദ ലാൻഡ്? ഗാസി സിക്കന്ദരി എന്നുള്ള ഒരു പ്രൊസീജിയർ കൊണ്ടുവന്നത് ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ലോധി റൂളർ? സിക്കന്ദർ ലോധിയാണ് ആൻസർ. സിക്കന്ദർ ലോധി ബഹ്ലൂൽ ലോധിയുടെ മകനായിരുന്നു. ഓക്കെ. ഹി ഫൗണ്ടഡ് ദ സിറ്റി ഓഫ് ആഗ്ര ആൻഡ് മൂവ്ഡ് ഹിസ് ക്യാപിറ്റൽ ഫ്രം ഡൽഹി ടു ആഗ്ര. ആഗ്ര സിറ്റി കണ്ടുപിടിച്ചതും ഡൽഹിയിൽ നിന്ന് ആഗ്രയിലേക്ക് ക്യാപിറ്റൽ മാറ്റിയത് അതെല്ലാം സിക്കന്ദർ ലോധിയായിരുന്നു. ഹി ഇൻട്രൊഡ്യൂസ് ദ ഗാസി സിക്കന്ദരി ഓഫ് 32 ഡിജിറ്റ്സ് ഫോർ മെഷറിങ് കൾട്ടിവേറ്റഡ് ലാൻഡ്. ഈ ലാൻഡും കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള ഗാസി സിക്കന്ദരി എന്നുള്ള കാര്യം കണ്ടുപിടിച്ചതൊക്കെ അദ്ദേഹമായിരുന്നു. പിന്നെ ഇവിടെ ബഹ്ലൂൽ ലോധിയെക്കുറിച്ചും ഇബ്രാഹിം ലോധിയെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. 8th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് ആൻ ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്ത ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിൻഡോസ് ആണ്. വിൻഡോസ് ഒരു ഓപ്പൺ സോഴ്സ് OS അല്ല, ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല. അതൊരു എന്താണ് ക്ലോസ്ഡ് അല്ലെങ്കിൽ എന്താണ് പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ് എന്ന് പറയുന്നത്.
ക്വസ്റ്റ്യൻ നമ്പർ 9, ഓസോൺ ഡിപ്ലീഷൻ ഈസ് ഗ്രേറ്റസ്റ്റ് നിയർ. ഓസോൺ ഡിപ്ലീഷൻ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് എവിടെയാണ്? പോൾസിലാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് ഹാസ് എ കറക്റ്റ് സീക്വൻസ് ഓഫ് മൗണ്ടെയിൻ റേഞ്ചസ് ഫ്രം നോർത്ത് ടു സൗത്ത് ഇൻ ഇന്ത്യ? നോർത്തിലോട്ട് സൗത്ത് വരെ നോക്കുമ്പോൾ അത് ഏത് ഓർഡറിലാണ് ഈ മൗണ്ടെയിൻ റേഞ്ചസ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഏറ്റവും മുകളിൽ ജമ്മു കാശ്മീരിൻ്റെ മുകളിൽ വരുന്ന കാരക്കോറം, ലഡാക്ക്, സാസ്കർ, ഷിവാലിക് എന്നൊരു ഓർഡറിലാണ് വരുന്നത്. അപ്പോൾ ഈ കാരക്കോറം റേഞ്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കാരക്കോറം റേഞ്ചിലാണ് K2, മൗണ്ട് K2, ദ സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദിസ് റേഞ്ച്. ഫേമസ് ഗ്ലേസിയേഴ്സ് ആയിട്ടുള്ള സിയാച്ചിൻ ഗ്ലേസിയർ, പയാഫോ, അതൊക്കെ കാണുന്നത് ലൊക്കേറ്റഡ് ഇൻ ദ റീജിയൻസ് ഓഫ് ഗിൽഗിത്, ബാൾട്ടിസ്ഥാൻ, ലഡാക്ക് ആൻഡ് സിൻജിയാങ് റീജിയൺ. അപ്പോൾ ഈ പറഞ്ഞ റീജിയനാണ് കാരക്കോറം റേഞ്ച് കാണുന്നത്. അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഗ്ലേസിയേഴ്സ് സിയാച്ചിനും ബിയാഫോ ആയിരിക്കും. അതുപോലെ തന്നെ അവിടെ ലൊക്കേറ്റ് ചെയ്യുന്ന റീജിയൻ ഗിൽജിത്, ബാൾട്ടിസ്ഥാൻ, ലഡാക്ക്, സിൻജിയാൻ റീജിയനിലാണ് ഇത് കാണപ്പെടുന്നത്. ഇത് കാരക്കോറം റേഞ്ച്. ഈ ലഡാക്ക് റേഞ്ച് വരികയാണെങ്കിൽ ഇന്ത്യസ് കോൾഡസ്റ്റ് ഡെസേർട്ടാണ് ലഡാക്ക് എന്ന് പറയുന്നത്. ലേ കാണപ്പെടുന്നത് ലഡാക്കിലാണ്. ദ എക്സ്റ്റൻഷൻ ഓഫ് ലഡാക്ക് റേഞ്ച് ഇൻ ടു ചൈന ഇസ് നോൺ ആസ് കൈലാഷ് റേഞ്ച്. ചൈനയിലോട്ടുള്ള ലഡാക്ക് റേഞ്ചിൻ്റെ എക്സ്റ്റൻഷനെയാണ് കൈലാഷ് റേഞ്ച് എന്ന് പറയുന്നത്. ഇനി സാസ്കർ എന്ന് പറഞ്ഞാൽ ലൈസ് ദ കോൾഡസ്റ്റ് പാർട്ട് ഇൻ ഇന്ത്യ, ദ്രാസ്, ദ ഗേറ്റ് വേ ടു ലഡാക്ക്. തണുത്ത പാർട്ട്, ഇന്ത്യയുടെ തണുത്ത പാർട്ടായിട്ടുള്ള ദ്രാസ്, അത് ഈ പറഞ്ഞ ലഡാക്കിലേക്കുള്ള ഓപ്പണിംഗ് എന്നൊക്കെ പറയുന്ന പ്ലേസ് ആണ്. അതെല്ലാം ഈ സാസ്കർ റേഞ്ചിലാണ് വരുന്നത്. ഫേമസ് പാസസ് ഷിപ്കി പാസ്, ലിപു ലേക്ക് അല്ലെങ്കിൽ ലേക്ല, അതുപോലെ തന്നെ മനാപാസ്, അതുപോലെ തന്നെ ഹൈയസ്റ്റ് പീക്കായിട്ടുള്ള കാമയത്തും ഇതെല്ലാം കാണപ്പെടുന്നത് ഈ സാസ്കർ റേഞ്ചിലാണ്. ഇപ്പോൾ ഏതൊക്കെ പറഞ്ഞ ദ്രാസിനെ ഗേറ്റ് വേ ഓഫ് ലഡാക്ക് എന്നാണ് പറയുന്നത്. പിന്നെ ഫേമസ് ആയിട്ടുള്ള പാസ്സുള്ള ഷിപ്കി പാസ്, ലിപു പാസ്, ലേക്ക്, അതുപോലെ തന്നെ മനാപാസ്, അതുപോലെ തന്നെ ഹൈയസ്റ്റ് പീക്കായിട്ടുള്ള കാമയത്തും കാണുന്നത് സാസ്കർ റേഞ്ചിലാണ്. ഈ ഷിവാലിക് റേഞ്ച് നോക്കുകയാണെങ്കിൽ അതിനാണ് ഔട്ടർ ഹിമാലയസ് എന്നറിയപ്പെടുന്നത്. ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ഗ്രേറ്റർ പ്ലെയിൻസ് ആൻഡ് ലെസർ ഹിമാലയസ്. ലെസർ ഹിമാലയസിൻ്റെയും ഗ്രേറ്റർ പ്ലെയിൻസിൻ്റെയും, ഗ്രേറ്റർ പ്ലെയിൻ മീൻസ് നമ്മുടെ ഗംഗ യമുനയൊക്കെ വരുന്നില്ലേ, ആ ഒരു ഭാഗത്തിൻ്റെ ഇടയിലാണ് ഇത് കാണപ്പെടുന്നത്. റൺസ് ഫോർ എ ഡിസ്റ്റൻസ് ഓഫ് 2400 ഫ്രം ദ പോട്ട്വാർ പ്ലാറ്റ്യൂ ടു ദ ബ്രഹ്മപുത്ര വാലി. പോട്ട്വാർ പ്ലാറ്റ്യൂ ടു ബ്രഹ്മപുത്ര വാലി വരെ ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിലാണ് ഇത് പോകുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മാപ്പ് എന്ന് പറയുന്നത്. മുകളിൽ പാമ്പർ നോട്ട് കാണുന്നുണ്ട്. കാരക്കോറം, ലഡാക്ക്, സാസ്കർ, ഷിവാലിക്കൊക്കെ നിങ്ങളിവിടെ കാണാം. 11th ക്വസ്റ്റ്യനോട്ട് പോവാം. ഹൂ വാസ് ദ ഫസ്റ്റ് പാരാലിമ്പിക് ഗോൾഡ് മെഡലിസ്റ്റ് ടു റിസീവ് ദ അർജുന അവാർഡ് 2025? അർജുന അവാർഡ് ലഭിച്ച വ്യക്തി ഇതിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഒരു പാരാ ഒളിമ്പിക് ഗോൾഡ് മെഡലിസ്റ്റാണ്. മുരളീകാന്ത് പെറ്റ്കാർ. നെയിം ദ ചൈനീസ് പിലിഗ്രിം ഹൂ കെയിം ടു ഇന്ത്യ ഇൻ ദ 5th century. 5th centuryയിൽ ഇന്ത്യയിൽ വന്ന ചൈനീസ് പിലിഗ്രിം ആരായിരുന്നു? ഫാഹിയാൻ ആയിരുന്നു ചൈനീസ് പിലിഗ്രിം. അദ്ദേഹം വന്നത് ചന്ദ്രഗുപ്ത സെക്കൻഡിൻ്റെ ടൈമിലായിരുന്നു. ഓക്കെ, അടുത്ത ഹുവാൻസാങ്ങിനെ കുറിച്ചുകൂടെ പറയുന്നുണ്ട്. ഇത്രയും പോയിന്റ്സ് വായിച്ചു പോവാം. ഫാഹിയാൻ, ഹീസ് എ ചൈനീസ് ബുദ്ധിസ്റ്റ് മോങ്ക് ഹൂ കെയിം ടു ഇന്ത്യ ഇൻ ദ റെയിൻ ഓഫ് ചന്ദ്രഗുപ്ത ടു ടിയാൻ ഹുവാൻസാങ്. അതിനാണ് അവിടെ ഐസിങ് എന്ന് തന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. അല്ല, ഐസിങ് വേറെ ആണ്. ഐസിങ്, എ ചൈനീസ് ട്രാവലർ, ഹി വിസിറ്റഡ് ഇന്ത്യ ഇൻ കണക്ഷൻ വിത്ത് ബുദ്ധിസം ആൻഡ് ഗേവ് us സം ഇൻഫർമേഷൻ അബൌട്ട് ദ ഫസ്റ്റ് ഗുപ്ത റൂളർ. അദ്ദേഹം ഒരു ചൈനീസ് ട്രാവലറായിരുന്നു. അദ്ദേഹം ബുദ്ധിസമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. ഫസ്റ്റ് ഗുപ്ത റൂളറെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നത് ഐസിങ് ആയിരുന്നു. പിന്നെ ഞാൻ ഹർഷവർദ്ധനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 1606 AD to 647 AD വരെ ഭരിച്ചിരുന്ന രാജാവായിരുന്നു ഹർഷവർദ്ധന. ഹീ ഈസ് എ മോസ്റ്റ് പ്രോമിനൻറ്റ് റൂളർ ഓഫ് പുഷ്യഭൂതി ഡൈനാസ്റ്റി. ഹർഷവർദ്ധന ഏത് ഡൈനാസ്റ്റി ആയിരുന്നു? പുഷ്യഭൂതി ഡൈനാസ്റ്റി. ഹീ റൂൾ ഫ്രം ഹിസ് ക്യാപിറ്റൽ കനോജ് സെൻട്രാക്കി ഭരിച്ച വ്യക്തിയായിരുന്നു ഹർഷവർദ്ധന. അണ്ടർ ഹർഷ ദ പുഷ്യഭൂതി എംപയർ കവേർഡ് മച്ച് ഓഫ് നോർത്ത് ആൻഡ് നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ. നോർത്തും നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയും മാക്സിമം കവർ ചെയ്ത് ഈ ഹർഷവർദ്ധനയുടെ ആ ഒരു ഇത് വെച്ചായിരുന്നു. എംപയർ എക്സ്റ്റെൻഡഡ് ടു ദ ഈസ്റ്റ് ടിൽ കാമരൂപ ആൻഡ് സൗത്ത് ടിൽ നർമ്മദ. ഈസ്റ്റ് കാമരൂപ വരെയും സൗത്ത് നർമ്മദ റിവർ വരെയും അദ്ദേഹത്തിന് എംപയർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹിസ് റെയിൻ ഈസ് വെൽ ഡോക്യുമെൻറ്റഡ് ബൈ ബാണഭട്ട ഇൻ ഹർഷചരിത. അദ്ദേഹത്തിൻ്റെ ഭരിച്ചിരുന്ന കാലത്തിന് ബാണഭട്ട തൻ്റെ ഹർഷചരിത എന്ന ബുക്കിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. ചൈനീസ് ട്രാവലർ ഹുവാൻസാങ് വിസിറ്റഡ് ഇന്ത്യ ഡ്യൂറിങ് ദിസ് പീരിയഡ്. ചൈനീസ് ട്രാവലർ ഹുവാൻസാങ് ഈ സമയത്താണ് വിസിറ്റ് ചെയ്തത്. 13th ക്വസ്റ്റ്യൻ. സെൻറ്റർ സ്റ്റേറ്റ് റിലേഷൻ ഈസ് മെൻഷൻഡ് ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? പാർട്ട് 11 ഈ സെൻറ്റർ സ്റ്റേറ്റ് റിലേഷനെ കുറിച്ച് പറയുന്നത്. ദ ജ്ഞാനപീഠ അവാർഡ് ഈസ് ഗിവൺ ഫോർ ദ എക്സലൻസ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീൽഡ്? ഏത് ഫീൽഡിൽ എക്സലൻസിനാണ് ജ്ഞാനപീഠ അവാർഡ് നൽകുന്നത്? ലിറ്ററേച്ചർ.
As per the Union Budget 2026-27, the new deficitated freight corridors will connect which place in the east to which place in the west. ഈസ്റ്റിലെ സ്ഥലവും വെസ്റ്റിലെ ഏത് സ്ഥലമായിട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. ദങ്കുനി ടു സൂറത്താണ് ഈ ന്യൂ ഡെഡിക്കേറ്റഡ് ഫ്രീറ്റ് കോറിഡോർ പരസ്പരം കണക്ട് ചെയ്യുന്നത്. ഈസ്റ്റ് ടു വെസ്റ്റ് ചെയ്ത പ്ലേസസ് ആണ് ദൻകുനി ടു സൂറത്ത്. 16th question, which of the following criteria is not the requirement for the appointment as a chairman or member of finance committee? ഫിനാൻസ് കമ്മീഷൻ്റെ ചെയർമാൻ ആവാൻ വേണ്ട റിക്വയർമെൻ്റ് അല്ലാത്ത ഏതാണ്? നോളജ് ഓഫ് ഇൻ്റർസ്റ്റേറ്റ് റിലേഷൻ ആൻഡ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ. ഇൻ്റർസ്റ്റേറ്റ് റിലേഷനും സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനെ കുറിച്ചുള്ള നോളജ് നിർബന്ധമല്ല, പക്ഷേ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഏതാണ്? നോളജ് ഓഫ് എക്കണോമിക്സ് ഉണ്ടാവണം, എക്സ്പീരിയൻസ് ഓഫ് പബ്ലിക് അഫയേഴ്സ് ഉണ്ടാവണം, എക്സ്പീരിയൻസ് ഇൻ ജുഡീഷ്യറി ഉണ്ടാവണം. 17th question, കുൻവർ സിംഗ് was a leader of the revolt of 1857 in which of the following state? കുൻവർ സിംഗ് എവിടത്തെ ലീഡറായിരുന്നു? ബീഹാർ. ഗ്രീൻ റിംഗ് ഇൻ ദ ഒളിമ്പിക് ഫ്ലാഗ് റെപ്രസെൻറ്റ് വിച്ച് കോണ്ടിനെൻറ്റ്? ഗ്രീൻ റിംഗ് ഏതിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഓസ്ട്രേലിയ ആണ്. അപ്പോൾ അതിൽ 5 റിങ്സ് ആണുള്ളത്. ബ്ലൂ, യെല്ലോ, ബ്ലാക്ക്, ഗ്രീൻ, റെഡ്. അപ്പോൾ അത് 5 കോണ്ടിനെൻറ്റ്സിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, അമേരിക്ക, ഓഷ്യാന. സിമ്പൽ ഡെസിഗ്നേറ്റ് ചെയ്തത് 1913 ഡി കുബേർട്ടിൻ എന്ന ആളാണ്. അപ്പോൾ യെല്ലോ അതിൽ കാണിക്കുന്നത് ഏഷ്യയും, ബ്ലാക്ക് ആഫ്രിക്ക, ഗ്രീൻ ഓഷ്യാനയും ഓസ്ട്രേലിയയും കൂടെ ചേർത്തിട്ടാണ് ഗ്രീൻ കാണിക്കുന്നത്. റെഡ് അമേരിക്കാന. ഓക്കെ, യൂറോപ്പ് ബ്ലൂ, ഏഷ്യ യെല്ലോ, ആഫ്രിക്ക ബ്ലാക്ക്, ഓസ്ട്രേലിയ ഗ്രീൻ, അമേരിക്ക റെഡ്. 19th question, which article of the Constitution of India describes the organization of village panchayat? വില്ലേജ് പഞ്ചായത്തിനെ കുറിച്ച് പറയുന്ന ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 40 ആണ്. വാട്ട് ഈസ് ദ ബിലോ പോവർട്ടി ലൈൻ പെർസെൻറ്റേജ് ഇൻ ഇന്ത്യ ആസ് പെർ 2011 സെൻസസ്? 2021 സെൻസസ് അനുസരിച്ച് ഏതിൻ്റെ താഴെ വരുന്നതാണ് BPL ലൈൻ എന്ന് പറയുന്നത്? 22% താഴെ വരുന്നതാണ് BPL ലൈൻ. ഇൻ വിച്ച് ആംഗ്ലോ മൈസൂർ വാർ ആൻഡ് ഇൻ വിച്ച് ഇയർ വാസ് ടിപ്പു സുൽത്താൻ കിൽ? ഏത് വർഷമാണ് ടിപ്പു സുൽത്താൻ മരിച്ചത്? അപ്പം 4 മറാത്ത വാർസാണ് നടന്നത്. അതിൽ 3ാമത്തേൽ ടിപ്പുവിൻ്റെ ഫാദറായിട്ടുള്ള ഹൈദർ അലി മരിക്കുകയാണ് 3ാമത്തേൽ. അടുത്ത 3 യുദ്ധം ചെയ്തത് ഹൈദർ അലിയാണ്. 4ാമത്തെ യുദ്ധമായിട്ടുള്ള ആ ഒരു മറാത്ത വാറിലാണ് 1799 ടിപ്പു സുൽത്താൻ കൊല ചെയ്യപ്പെടുന്നത്. 22nd question, how many Adi Vishishta Seva Medal AVSM and Param Vishishta Seva Medal PVSM have been approved by the President of India on the eve of 77th Republic? 77ാമത്തെ റിപ്പബ്ലിക്കിൽ എത്ര അതിവിശിഷ്ട സേവാ മെഡൽസും പരം വിശിഷ്ട സേവാ മെഡൽസും ആണ് കൊടുത്തതെന്ന് ചോദിച്ചിരിക്കുന്നത്? 56 അതിവിശിഷ്ട സേവാ മെഡലും 30 പരം വിശിഷ്ട സേവാ മെഡലുമാണ് നൽകപ്പെട്ടത്. 23rd question, where did the chemical factory blast occurs on the 30th June 2025? 30 ജൂൺ 2025 എവിടെയാണ് ഈ കെമിക്കൽ ബ്ലാസ്റ്റ് ഉണ്ടായത്? സംഗറെഡ്ഡി എന്നുള്ള സ്ഥലത്താണ് ഈ ഒരു സംഭവം. തെലങ്കാനയിലുള്ള സംഗറെഡ്ഡി എന്നുള്ള സ്ഥലത്താണ് ഈ കെമിക്കൽ ഫാക്ടറി ബ്ലാസ്റ്റ് നടന്നത്. 24th question, the indigenous mRNA vaccine technology developed by CSIR Center for Cellular and Molecular Biology in 2025 could have significant impact on? ഈ mRNAക്ക് എവിടെയാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്? പ്രൊവൈഡിങ് ഫാസ്റ്റർ മോർ സ്കെയിലബിൾ വാക്സിൻ ഡെവലപ്മെൻറ്റ് പ്രോസസ് ഫോർ ഫ്യൂച്ചർ ഔട്ട്ബ്രേക്സ്. ഭാവിയിലുള്ള ഔട്ട്ബ്രേക്സ് ഇതുപോലത്തുള്ള വൈറൽ ഡിസീസോ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു വാക്സിൻ ഉണ്ടാക്കാനും കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു ടെക്നോളജി യൂസ്ഫുൾ ആവും. 25th question, which nutrient provides the maximum energy on breakdown? ഏതാണ് ഏറ്റവും കൂടുതൽ മാക്സിമം എനർജി ഉണ്ടാക്കാൻ പറ്റുന്നത്? ഫാറ്റ്സ് ആണ് മാക്സിമം എനർജി ഉണ്ടാക്കാൻ പറ്റുന്നത്. വിച്ച് among the following compound have a double bond? ഡബിൾ ബോണ്ട് ഉള്ളത് ഇതിൽ ഏതാണ്? എത്തിലീൻ ആണ് ഡബിൾ ബോണ്ട് വരുന്നത്. ഇപ്പം ഈതേൻ ആണെങ്കിൽ C2H6, മീതേൻ ആണെങ്കിൽ CH4, എത്തിലീൻ ആണെങ്കിൽ C2H4. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ കോമ്പൗണ്ട് വരുന്നത്. 27th question, which of the following are input devices? ഇത് തന്നിരിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏതാണ്? സ്കാനറാണ്. 28th question, what is the name of the event conducted at the Red Fort by the Ministry of Tourism from January 26 to 31, 2026 as a part of Republic Day celebration? Republic Day celebration ആയിട്ട് ബന്ധപ്പെട്ട്
റെഡ് ഫോർട്ടിൽ നടത്തിയ പ്രോഗ്രാമിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്? ഭാരത് പർവ്. 29th question, which of the following was a famous port during the Indus Valley era? ഇൻഡസ് വാലി സിവിലൈസേഷൻ സമയത്ത് ഉണ്ടായിരുന്ന പോർട്ട് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ലോത്തലാണ്. ലോത്തൽ കണ്ടുപിടിച്ചത് ആർക്കിയോളജിസ്റ്റ് ആയിട്ടുള്ള SR റാവു ആണ്. മോഹൻജദാരോ ഡിസ്കവർ ചെയ്യുന്നത് RD ബാനർജി. ഹാരപ്പ ഡിസ്കവർ ചെയ്യുന്നത് ദയാറാം സാനിയാണ്. മോഹൻജദാരോ 1922, ദയാറാം സാനിയുടെ 1921ലാണ് ഹരപ്പ കണ്ടുപിടിക്കുന്നത്. ധോളാവീര കണ്ടുപിടിക്കുന്നത് JP ജോഷി 1967-68ലാണ്. ചാൻഹുദാരോ കണ്ടുപിടിക്കുന്നത് NG മജുംദാർ 1935-36ലാണ്. അപ്പോൾ മോഹൻജദാരോ 1922, RD ബാനർജി. ഹാരപ്പ ദയാറാം സാനി 1921, ധോളാവീര RP ജോഷി 1967-68, ചാൻഹുദാരോ മജുംദാർ 1935-36. അപ്പോൾ ലോത്തലാരാണ്? SR റാവു. 30th question, which among the following is also known by the name of യാർലുങ് സാങ്പോ? യാർലുങ് സാങ്പോ എന്നറിയപ്പെടുന്ന റിവർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്ര ടിബറ്റിലാണ് യാർലുങ് സാങ്പോ എന്നറിയപ്പെടുന്നത്. 31st question, between which pair of countries does the 49° north parallel of latitude serve as the border? ഈ 49° നോർത്ത് പാരലൽ എന്ന് പറയുന്നത് ഏത് രണ്ട് കൺട്രീസിൻ്റെ ബോർഡറായിട്ട് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്? USA, കാനഡയുടെയും ബോർഡറാണ് 49° നോർത്ത് എന്ന് പറയുന്നത്. എ കോൺകേവ് ലെൻസ് ഹാസ് എ ഫോക്കൽ ലെങ്ത് 15 cm. കോൺകേവ് ലെങ്തിൻ്റെ ഫോക്കൽ ലെങ്ത് 15 cm ആണ്. ഇഫ് ദ ഒബ്ജെക്റ്റ് ഈസ് പ്ലേസ്ഡ് at 30 cm from the lens, what is the image distance? 30 cm മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇമേജ് ഡിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്? ഇവിടെ ഫോർമുല എങ്ങനെയാണ്? 1/f = 1/v - 1/u എന്നുള്ളതാണ് ലെൻസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഫോക്കൽ ലെങ്ത് എടുക്കേണ്ടത് ഇവിടെ തന്നിരിക്കുന്നത് 15 cm അല്ലേ. ഫോക്കൽ ലെങ്ത് നമ്മൾ മൈനസ് ആയിട്ടാണ് എടുക്കേണ്ടത്. -15ഉം അതുപോലെ തന്നെ -13. കാരണം ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺകേവ് ലെൻസ് ഈസ് ടേക്കൺ നെഗറ്റീവ്. കാരണം അത് ഇൻസിഡൻറ്റ് റേയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണല്ലോ അതിൻ്റെ ആ ഒരു ഡയഗ്രാം വരയ്ക്കും, നമുക്ക് അതറിയാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും മൈനസായിട്ട് എടുക്കുക. ഫോക്കൽ ലെങ്ത് മൈനസും ഒബ്ജക്റ്റിൻ്റെ യുടെ വാല്യൂ -30 എടുക്കുക. ഈ വാല്യൂ എല്ലാം ഈ ലെൻസ് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/v = -1/15 - 1/30. അതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ v = -10 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എന്താ ചെയ്തത്? ലെൻസ് ഇക്വേഷൻ 1/f = 1/v - 1/u എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് അറേഞ്ച് ചെയ്തുമ്പോൾ 1/v = 1/f + 1/u എന്ന് വരും. അപ്പോൾ രണ്ടിടത്തും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -1/15 - 1/30 വരും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ v = -10 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ലെൻസ് ഇക്വേഷൻ. The 33 question, a marketplace in which final goods or service is bought and sold is called? സർവീസസ് വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ എന്താ പറയും? പ്രൊഡക്റ്റ് മാർക്കറ്റ് എന്നാണ് പറയുന്നത്. Product market, a market in which a final goods or services is brought and sold is called a product market. A factor market is where the companies purchases what they need to produce their services and goods. Factor market എന്ന് പറയുന്നത് is where the companies purchases what they need to produce. കമ്പനി അവർക്ക് വേണ്ട സാധനം വാങ്ങിക്കുകയും അതിനുള്ള ഗുഡ്സ് വാങ്ങിക്കുന്ന സ്ഥലത്തിനാണ് ഫാക്ടർ മാർക്കറ്റ് എന്ന് പറയുന്നത്. Commodity market means is a virtual or a physical market for selling, buying and trading primary or raw product. വേണ്ട സാധനങ്ങൾ വിൽക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ വാങ്ങിക്കാനോ അതുപോലെ തന്നെ വിൽക്കാനോ പറ്റുന്ന ഒരു മാർക്കറ്റിനാണ് കൊമോഡിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത്. അത് വിർച്വൽ ഓൺലൈൻ ആവാം അല്ലെങ്കിൽ ഫിസിക്കൽ മാർക്കറ്റ് ആവാം. ഇക്വിറ്റി മാർക്കറ്റ് ഈസ് എ ട്രേഡിംഗ് ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റ്, ഓൾസോ നോൺ സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്ക് മാർക്കറ്റ് ആണ് അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ഭാഗത്ത് ഒരു മാർക്കറ്റിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? നമ്മൾ ട്രേഡിങ്ങും സ്റ്റോക്ക് ട്രേഡിംഗ് എന്നൊക്കെ പറയുന്നില്ലേ, സ്റ്റോക്ക് മാർക്കറ്റൊക്കെയാണ് ഇക്വിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത 34th question, വാട്ട് ഷുഡ് ബി എൻറ്റേർഡ് ഇൻ ദ റൺ കമാൻഡ് പ്രോംപ്റ്റ് ഇൻ ഓർഡർ ടു ഓപ്പൺ എ മൈക്രോസോഫ്റ്റ് വേർഡ് ഡോക്യുമെൻറ്റ്? മൈക്രോസോഫ്റ്റ് വേർഡ് ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്യാൻ റൺ കമാൻഡിൽ നമ്മൾ എന്താണ് ടൈപ്പ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എന്താണ് വിൻ വേർഡ് എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. റൺ കമാൻഡിൽ ആ പ്രോംപ്റ്റിൽ വിൻ വേർഡ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് ഓപ്പൺ ആവുന്നത്, മൈക്രോസോഫ്റ്റ് വേർഡ് ഡോക്യുമെൻറ്റ് ഓപ്പൺ ആവുന്നത്. 35th question, മിനിമം സപ്പോർട്ട് പ്രൈസ് MSP ഈസ് റെക്കമെൻഡഡ് ബൈ. എങ്ങനെയാണ് MSP എന്ന് പറയുന്നത്? ദ കമ്മീഷൻ ഫോർ അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസസ്. ദ കമ്മീഷൻ ഫോർ അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസ്. അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ കോസ്റ്റും അതിൻ്റെ പ്രൈസിനാണ് നമ്മൾ എന്ത് പറയുന്നത്?
മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് വെച്ചാൽ ചിലവായ പൈസ അതിനെക്കുറിച്ച് കർഷകർക്ക് കൊടുക്കുന്ന ഒരു എമൗണ്ടിനാണ് മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത്. റെക്കമെൻഡ് ചെയ്യുന്നത് കമ്മീഷൻ ഫോർ അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസ് CACP ആണ്. എ കോമ്പിനേഷൻ ഓഫ് 6 ബിറ്റ്സ് ഈസ് കോൾഡ്. 16 ബിറ്റ്സിൻ്റെ കോമ്പിനേഷൻ നമ്മൾ എന്ത് പറയും? ഒരു വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്. എ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് എ ഡേറ്റ ഇൻ എ കമ്പ്യൂട്ടർ ഈസ് കോൾഡ് എ ബിറ്റ്. എ ബിറ്റ് ഹാസ് എ സിംഗിൾ ബൈനറി വാല്യൂ വിച്ച് ഈസ് എയ്തർ 0 or 1. എ ബൈറ്റ് ഈസ് എ, ഇത് ബിറ്റാണ് നമ്മൾ ആദ്യം പറഞ്ഞു, ഇപ്പം ബൈറ്റിനെ കുറിച്ചാണ് പറയുന്നത്. എ ബൈറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് ഡേറ്റ ദാറ്റ് ഈസ് 8 ബൈനറി ഡിജിറ്റ് ലോങ്. 8 ബൈനറി ഡിജിറ്റ് ലെങ്തുള്ള ഒരു ഡേറ്റയാണ് നമ്മൾ ബൈറ്റ് എന്ന് പറയുന്നത്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ബിറ്റ് ആൻഡ് എ ബൈറ്റ് ഈസ് 7 ബിറ്റ്. ഒരു ബിറ്റിനും ഒരു ബൈറ്റിനും തമ്മിലുള്ള ഡിഫറൻസ് 7 ബിറ്റ്സ് ആണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ നിബിൾ ആൻഡ് എ ബൈറ്റ് 4 ബിറ്റ്സ് ആണ്. ഒരു നിബിളും ഒരു ബൈറ്റും തമ്മിലുള്ള ഡിഫറൻസ് 4 ബിറ്റും ഒരു ബിറ്റും ഒരു ബൈറ്റും തമ്മിലുള്ള വ്യത്യാസം 7 ബിറ്റുമാണ്. ഓക്കെ, അടുത്ത 37th ക്വസ്റ്റ്യൻ. ഹൂ വോൺ ബെസ്റ്റ് ജാസ് വോക്കൽ ആൽബം ഫോർ ദ പ്രൊജക്ട് പോർട്രേറ്റ് എന്നുള്ള ഒരു പ്രൊജക്റ്റിന് വേണ്ടി ബെസ്റ്റ് ജാസ് വോക്കൽ ആൽബം പ്രൈസ് കിട്ടിയതാർക്കാണ്? സമര ജോയ് എന്നുള്ള ആൾക്കാണ്. 38th ക്വസ്റ്റ്യൻ. മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് എ സോളിനോയിഡ് ഈസ് എന്തായിരിക്കും? യൂണിഫോം ആയിരിക്കും. സോളിനോയിഡ് മീൻസ് ഇങ്ങനെയുള്ളൊരു സ്ട്രക്ചറാണ്, ഒരു കമ്പിയൊക്കെ ചുറ്റി വരുന്ന ഒരു സ്പ്രിങ് പോലെ ഇരിക്കുന്ന സ്ട്രക്ചറാണ്. അതിനകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? യൂണിഫോം ആയിരിക്കും. സോളിനോയിഡ് എന്ന് വെച്ചാൽ എ സിലിണ്ടറിക്കൽ കോയിൽ ഓഫ് മെനി ടൈറ്റ്ലി വോൺ ടേൺസ് ഓഫ് ഇൻസുലേറ്റഡ് വയർ വിത്ത് എ ജനറൽ ഡയമീറ്റർ ഓഫ് ദ കോയിൽ സ്മോളർ ദാൻ ദ ലെങ്ത് ഓഫ് ഈസ് കോൾഡ് സോളിനോയിഡ്. എന്താ പറഞ്ഞിരിക്കുന്നത്? എ സിലിണ്ടറിക്കൽ കോയിൽ ഓഫ് മെനി ടൈറ്റ് വോൺ ടേൺസ് ഓഫ് ഇൻസുലേറ്റഡ് വയർ വിത്ത് എ ജനറൽ ഡയമീറ്റർ ഓഫ് കോയിൽ സ്മോളർ ദാൻ ഇറ്റ്സ് ലെങ്ത് ഈസ് കോൾഡ് എ സോളിനോയിഡ്. 39th question. Who among the following is the author of Principles of Political Economy? Principles of Political Economy എഴുതിയതാരാണ്? ജോൺ സ്റ്റുവർട്ട് മില്ലാണ് Principles of Political Economy എഴുതിയത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വാഷിംഗ് സോഡ ഈസ് കോമൺ നെയിം ഫോർ. വാഷിംഗ് സോഡ എന്ന് പറഞ്ഞാൽ ഏതാണ്? സോഡിയം കാർബണേറ്റ് ആണ്. വാഷിംഗ് സോഡ സോഡിയം കാർബണേറ്റ്. ജനറൽ ഫോർമുല വരുന്നത് Na2CO3 ആണ്. ഈ വാഷിംഗ് സോഡയിൽ തന്നെ എന്താ സോഡ ആഷ് എന്നും സോഡ ക്രിസ്റ്റൽസ് എന്നൊക്കെ അറിയപ്പെടുന്നത്. ഓക്കെ, വാഷിംഗ് സോഡ സോഡിയം കാർബണേറ്റ്. അപ്പോൾ അതുപോലെ ഇനി അടുത്ത മാത്തമാറ്റിക്സ് ഉണ്ട്, ജനറൽ ഇൻ്റലിജൻസ് ഉണ്ട്. ഈ ഒരു സെഷനുമായിട്ട് അടുത്തൊരു സെഷനിൽ നമുക്ക് വരാം. താങ്ക് യു.